ദേശവിരുദ്ധ ബില്ലുകളെല്ലാം ചുട്ടടിക്കാൻ പദ്ധതിയിട്ടു. ഏകാധിപത്യ സംഘീകരണം, ഏകാധിപത്യ സംഘീകരണം, ഫാസിസ്റ്റുകളുടെ ഭരണത്തിൽ ജനാധിപത്യം കഴിവുമരത്തിൽ, ജനാധിപത്യം കഴിവുമരത്തിൽ തൂങ്ങിയാടും നേരത്ത്, തൂങ്ങിയാടും നേരത്ത് തെരുവിലിറങ്ങി പ്രതിരോധിക്കാൻ തയ്യാറാകുന്നത്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധം, പ്രതിഷേധം. BJP രാജ്യം ഭരിക്കുവാൻ ആരംഭിച്ചതോടുകൂടി ജനാധിപത്യ മതേതര മൂല്യങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബർ 13-ാം തീയതി പാർലമെന്റിൽ അതിഭയങ്കരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നരേന്ദ്രമോദിയും അമിത്ഷയും തുടരുന്ന മൗനം അവസാനിപ്പിക്കണമെന്നും രാജ്യത്തെ ജനങ്ങളോടും പാർലമെന്റിനോടും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നും പറയണമെന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇന്നലെ 141 MP-മാരെയും ഇന്ന് 2 പേരെ അടക്കം 143 MP-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 143 MP-മാരെന്ന് പറഞ്ഞാൽ അവർ ഓട് പൊളിച്ചു വന്നതല്ല പാർലമെന്റിന്റെ അകത്ത്. 143 മണ്ഡലങ്ങളിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെയാണ്. അവർക്കെതിരെയാണ് നരേന്ദ്രമോദിയും അമിത്ഷയും തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ അതിശക്തമായി തെരുവുകളിൽ ഇറങ്ങേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുന്നു എന്ന പാർലമെന്റ് അംഗങ്ങൾ അതിൽ കൃത്യമായ നിലപാടെടുത്തപ്പോ അതിന്റെ പേരിൽ 141 ആളുകളെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ MP-മാർ മുഴുവനും ജനങ്ങളുടെ പ്രതിനിധികളെയാണ്. ജനങ്ങളുടെ പ്രതിനിധികൾ അവിടെ ചോദ്യം ചെയ്യുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ അത് ജനങ്ങളാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. പക്ഷേ ഈ 141 ആളുകളും പ്രതിഷേധിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുമ്പോൾ പാർലമെന്റിൽ നിന്ന് ലോക്സഭാ MP-കളെ പുറത്താക്കിയതിലൂടെ, പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കിയതിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ ജനങ്ങളെയാണ് ഈ BJP സർക്കാർ പുറത്താക്കിയിരിക്കുന്നത് എന്ന ഒരു കൃത്യമായ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. യാതൊരു ജനാധിപത്യ രീതിയിലുള്ള പ്രതിപക്ഷ അല്ലെങ്കിൽ പാർലമെന്റിലെ അംഗങ്ങൾക്കിടയിലുള്ള ചർച്ചകൾക്ക് പോലും ബില്ലുകൾ വെക്കാതെ ചുട്ടെടുക്കുന്ന രീതിയിലേക്ക് രാജ്യത്തെ ഭരണകൂടം മാറിയിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി കൃത്യമായ പദ്ധതി